സംഗീത സംവിധാനം. ശ്രീനി എന്നുള്ള ഗായകൻ സംഗീത സംവിധായകനാണ്. ഒരുപക്ഷെ രണ്ടും തമ്മിലൊരു പൊരുത്തമുണ്ടെങ്കിൽ ഒരു പൊരുത്തമില്ലായ്മയുണ്ട്. ഒരു ഗായകൻ സംഗീത സംവിധായകനാകുമ്പോൾ എന്ത് പ്രശ്നം അഭിമുഖീകരിക്കുന്നു? പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഒരു ഗായകൻ മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ ആ വോക്കൽ പോർഷൻ വിൽ ബി വെരി സ്ട്രോങ്. ഓർക്കസ്ട്രേഷനിൽ ഇപ്പോൾ എന്നെപ്പോലെ ആൾക്കാർക്ക് ഐ നീഡ് ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. കോഡ് നോളജ് വളരെ കുറവാണ് എനിക്ക്. സോ ഐ നീഡ് ഹെൽപ്പ് ഫോർ ഓർക്കസ്ട്രേഷൻ. ബട്ട് ട്യൂൺസ് ആർ മൈൻ. ഓർക്കസ്ട്രേഷനിൽ ഈവൻ ഒരു ഫ്ലൂട്ട് പീസിന് എനിക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു ഗിറ്റാർ പീസിന് പോലും പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ടാവും. സ്ട്രിങ്സ് ഓൾസോ എൻ്റെ ട്യൂൺ വെച്ച് ഞാൻ ഐ ക്യാൻ സേ. ബട്ട് വാട്ട് അബൌട്ട് ദ ഹാർമണി? ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. അവിടെ ഒരു വാട്ട് യു കോൾ, ഇറ്റ്സ് നോട്ട് എ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് നല്ല ടീമുണ്ട് അതിന്. ബട്ട് എൻ്റെ സ്ട്രെങ്ത് ഐ നോ വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് ഇൻ മേക്കിംഗ് എ മെലഡി ഫോർ എ സിംഗർ. അതാണല്ലോ മെയിൻ. അന്നത്തെ കാലത്ത് സിംഗേഴ്സ് ആയിരുന്നല്ലോ മ്യൂസിക് ഡയറക്ടേഴ്സ്. ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും ദേവരായ മാസ്റ്റർ ആയാലും ബാബുരാജ് ആയാലും, they were all great singers. They made tunes for singers. Or the arrangement was done by somebody else. ഇനി ഇന്ന് ഗായകരുടെയൊക്കെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ശരിക്കും ഒരു മ്യൂസിക് അറേഞ്ച്മെൻറ്റും ശരിക്കും യെസ്. ഇപ്പോൾ ഗായകന് വേണം. ഗായകൻ ഒരുപക്ഷേ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഗായകൻ്റെയും ഗായികയുടെ ആവശ്യമുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഐ വിൽ ടെൽ യു വൈ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ യു ആർ ഓൺലി ഡൂയിങ് സിംഗർ ബേസ്ഡ് ഷോ അല്ല. നിങ്ങൾ യു നെവർ ഡു ഇൻസ്ട്രുമെൻറ്റ് ബേസ്ഡ് ഷോസ്. വൈ? ഒരു സിംഗർ പാടി കേൾക്കാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്. എങ്ങനെ പാടിയാലും, കുറച്ച് ശ്രുതിയും താളവും ഇല്ലെങ്കിലും, ഒരു സിംഗർ അല്ലെങ്കിൽ പോലും ഒരാൾ പാട്ട് പാടുന്നത് ആൾക്കാർക്ക് കാണാൻ വളരെ കൗതുകമാണ്. അതൊരു ദാറ്റ് ഈസ് സംതിങ് എൽസ്. പണ്ടൊക്കെ ഒരു സംഗീത സംവിധാനം അല്ലെങ്കിൽ ലിറിക്സ് അതോടൊപ്പം അല്ലെങ്കിൽ അതിന് മേലെ നിന്നിരുന്നു ഗായകൻ. പിന്നീട് ആ സ്ഥാനം കുറഞ്ഞു. ഇന്ന് ഗായകൻ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപകരണം അതുപോലെയായി മാറി. തിരിച്ചറിയുന്നുണ്ടോ ശ്രീനി? അതുകൊണ്ടാണോ ശ്രീനി ഒരു സംഗീത സംവിധാനത്തിലേക്ക് കൈവച്ചത്? അറിഞ്ഞൂടാ, അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ വളരെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടൊരു പേഴ്സൺ. എന്ത് വേണമെങ്കിൽ 10 ഗായകരെ കൊണ്ട് ഓരോ വരി പാടിപ്പിച്ച് എവിടെയെങ്കിലും കൂട്ടി യോജിപ്പിച്ച് നട്ടും ബോൾട്ടും ഇട്ടിട്ട് പാട്ടിറക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു പാട്ട്, ഒരു നല്ല ട്യൂൺ, ഒരു നല്ല സിംഗർ പാടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ മാറ്റം വേണമെങ്കിൽ സംഗീത സംവിധായകർ മാറ്റാം, വേറൊരു ഫ്രീക്വൻസി വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഒരു നല്ല ട്യൂൺ, ഒരു നല്ല സിംഗർ പാടുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് എൽസ്. അതുപോലെ ഒരു എഫക്റ്റ് വേറെ ഒന്നിനും വരാൻ പോകുന്നില്ല. ആദ്യത്തെ ഒരു സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ ശ്രീനിക്ക് ആ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഒരുപാട് കിട്ടി. അത് കഴിഞ്ഞിട്ട് കേൾക്കും. പിന്നെ തമിഴായിരുന്നില്ലേ ആദ്യം ചെയ്ത്? ഇനി നാണല്ലേ ഏനി ரொம்ப அழகா இருக்க. ആ പാട്ട് ഹിറ്റായി അല്ലേ? ആ പാട്ട് വലിയ ഹിറ്റായി. ഓർമ്മയുണ്ടോ ശ്രീനി ആ പാട്ട്? ഇനി നാനും നാനില്ലേ ഇയൽபாக ஏனில்லை சொல்லடி முன்போல நான் இல்லை முகம் கூட எனதில்லை ஏனடி நானும் நீயும் ஏனோ இன்னும் வேறு வேறா தூரம் என்ற சொல்லை தூக்கில் போட்டு கொல்ல நீ வாரா புறையேறும் போதெல்லாம் தனியாக சிரிக்கின்றேன் அது ஏனடி. സുജാതയാണ് കൂടെ പാടിയത്. മലയാളത്തിൽ സീതാ കല്യാണം. എന്താ ശ്രീനിക്ക് തോന്നിയത് മലയാളത്തിലും കൂടി ഒരു സംഗീത സംവിധാനം ചെയ്തപ്പോൾ?
സോ ഹാപ്പി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഞാൻ അത്ര ഹാപ്പിയാണ്. ഇപ്പോഴൊരു തമിഴിലൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. അതായിരിക്കും രാജീവ് എന്നൊരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ രാജീവ്. എനിക്ക് കമ്പോസിംഗ് ആണോ അല്ല പാട്ട് പാടുന്നതാണോ ഇഷ്ടം? വാട്ട് ഈസ് യുവർ ട്രൂ ലവ്? ബോത്ത്. ഒരു നല്ല പാട്ട് പാടാൻ ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. കമ്പോസ് ചെയ്യാനും വളരെ വളരെ ഇഷ്ടമാണ്. ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ ടു? എനിക്കത് പറ്റില്ല. പക്ഷേ എങ്കിലും ശരിക്കൊരു ഒരു 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 ഫസ്റ്റ് ലവ് ഉണ്ടാവില്ലേ? ഫസ്റ്റ് ലവ് എപ്പോഴും സിംഗിങ് തന്നെയാണ്, സിംഗിങ്. ബട്ട് ആസ് യു ഗ്രോ ഓൾഡർ, വെൻ യു ക്രോസ് 50, നിങ്ങൾ പറയണു എൻ്റെ വോയിസ് അതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇസ് എ സ്ലോ ഡൗൺ. മനസ്സ് പായുന്ന പോലെ. ഇത് ഈ സാധനം ഇസ് കമ്മിങ് സ്റ്റിൽ ഫോസ്റ്റ്. ഇപ്പോൾ ഒരു സംഗതി പാടാനോ ആ നോട്ടിലേക്ക് എത്താനോ ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് വാസ് ബിഫോർ. ആസ് യു ഗ്രോ ഓൾഡ് ഫോർ എനിബഡി. അപ്പോൾ കമ്പോസിങ് നമ്മുടെ പാട്ട് നല്ല ഒരു യങ്സ്റ്ററിനെ കൊണ്ട് പാടിച്ച് അത് നന്നാക്കാനേ നോക്കുകയുള്ളൂ.